ഹലോ, അപ്പൊ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു പൂതി ലഡ്ഡു കഴിക്കണമെന്ന്, അതും ഉണ്ടാക്കി തന്നെ കഴിക്കണം. നോക്കിയപ്പം കുറച്ച് മാത്രം കടലമാവ് ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കടലമാവിലോട്ട് മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് ഇളക്കുക. സഹായിക്കാനായിട്ട് അസിസ്റ്റന്റ് കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടയില്ലാതെ അങ്ങ് ഇളക്കി വെക്കുക. ഞാൻ ജസ്റ്റ് ജാറിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ലഡ്ഡുവിന് വേണ്ടിയുള്ള ഒരു ബാറ്റർ എന്ന് പറയുമ്പം കുറച്ച് നീണ്ട ബാറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. കടലമാവായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എണ്ണ പിടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ എണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമുക്ക് കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളക്കാൻ വേണം. ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേഗം തന്നെ അങ്ങ് കോരുക കേട്ടോ, അല്ലെങ്കിൽ നല്ല രീതിക്ക് മൂത്ത് പോകും. കട്ട പിടിച്ചു എന്ന് തോന്നിയാൽ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇതിന്റെ മെയിൻ സ്റ്റെപ്പ്, അതേ ചട്ടി തന്നെ 3 സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഈ ഒരു ഒറ്റനൂൽ പരുവാകുന്നത് വരെ നമ്മൾ പഞ്ചസാരയും ലൈന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല രീതിക്ക് ഇളക്കണം കേട്ടോ, എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് ഇത് പിടിക്കണം. ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് നെയ്യും കൂടെ തൂക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ബോളാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ, പെട്ടെന്നല്ലേ.